Okay. Good morning. Okay, just now. Okay, idea. Good morning, sir. Okay, Sanila, good morning. Okay, Ragi, good morning. Good morning, sir. Okay, Anubhava, good morning. Okay, now Garbage, let us start. Okay, it's me. Okay, just now. Okay, idea, let us start. Very good. Yes. But we discuss is what is the present perfect in the Varina with tense question number per present perfect the tense number in the murder. Are the subject the other English Mundigil has a legal have other English verb a verb in the past participant. Other than each year. With three mana number paragraph, past participant is the number. Okay. ഇന്ന് നമ്മൾ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് പറയുക. അപ്പൊ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണം. ഷീ ഹാസ് ഗോൺ, ഷീ ഹാസ് ഗോൺ അല്ല, ഷീ സബ്ജക്റ്റ് ആണ്. ഹാസ് അല്ലെങ്കിൽ ഹാവില് ഹാസ് ഉണ്ട്. ഗോ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. അപ്പൊ നമുക്ക് പറയാം ഷീ ഹാസ് ഗോൺ, അവൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. യു ഹാവ് മിസ്റ്റേക്കൻ, യു ഹാവ് റെഡ് ദ നോവൽ, I have completed my work. Okay. അപ്പൊ അത് നമുക്ക് പറയാം. ഇനി അത് തന്നെ ഒരു നെഗറ്റീവ് വാചകമാക്കണമെങ്കിൽ ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് ചേർത്താൽ അത് എന്തായിട്ട് മാറുന്നു? അത് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയും ഐ ഹാവ് ഗോൺ, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോയി കഴിഞ്ഞിട്ടില്ല എന്നാണെങ്കിലോ ഐ ഹാവ് നോട്ട് ഗോൺ. He has read the novel. വായിച്ചിട്ടില്ല എന്നാണെങ്കിലും he has not read the novel. RED എന്ന സ്പെല്ലിംഗ് പറയുമ്പോൾ read എന്ന് പറയാം. He has not read the novel. ഞാൻ പഠിച്ചിട്ടില്ല, I have not studied. നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, you have not taught. Teach എന്ന് പറയുന്നത് past participle taught ആണ്. Taught. You have taught. Yes. അപ്പൊ നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റും. യെസ്. അപ്പൊ സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എന്നുകൂടി ചേർക്കുക, പിന്നെ വെർബ് എഴുതിയിട്ട് ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകമായിട്ട് മാറും. ഓക്കെ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് 1, 2, 3 അങ്ങനെയുള്ള വാചകങ്ങൾ പറയാമോ, എഴുതാമോ? ഇന്ന് നടത്തുന്ന ചെയ്യാത്തൊരു കാര്യം പറയാൻ ഇന്ന് നിങ്ങൾ കുറിച്ച് ഐ ഹാവ് നോട്ട് ടേക്കൻ ബാത്ത്. ഇന്ന് പത്രം വായിച്ചില്ല, ഐ ഹാവ് നോട്ട് റെഡ് ദി ന്യൂസ് പേപ്പർ. അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കാതെ ഐ ഹാവ് നോട്ട് കോൾഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ നമുക്ക് പറയാം. യെസ്. ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ ഒരു നോട്ട് കൂടി ചേർത്ത് നെഗറ്റീവ് ആക്കാൻ പറ്റുന്ന നോട്ട്. ഓക്കെ. ജിനി ജോണി. യെസ്. അമ്മുവജി. യെസ്. നിന്ദുജി.
എല്ലാവരും റിയാക്ഷൻസ് കുറവായിട്ട് നിൽക്കുന്നത്. ഓക്കെ സൗമ്യ, ഗുഡ് മോർണിംഗ്. ഞാൻ മൈക്ക് ഓൺ ആണെന്ന് നോക്കിയതാണ്. യെസ്. അപ്പോ സഫീറ പറയുന്നു ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ വർക്ക്. കറക്റ്റ് ആണ് സഫീറ? കറക്റ്റ് ആണ്. ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ വർക്ക്. യെസ്. ഇനി ആർക്കെങ്കിലും? യെസ്. ഓക്കെ. അപ്പൊ സബ്ജക്ട് എഴുതുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞ ശേഷം നോട്ട് ചേർക്കുന്നു, നോട്ട് കഴിഞ്ഞ ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ നെഗറ്റീവ് ടൈപ്പ് വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അതിന്റെ തന്നെ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ വാചകങ്ങൾ നോക്കാം. പ്രസന്റ് പെർഫെക്റ്റിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഇത് ആദ്യം പറഞ്ഞാൽ ഹാസോ ഹാവോ ആദ്യം പറഞ്ഞ് അപ്പൊ അശ്വതി പറയുന്നു ഐ ഹാവ് നോട്ട് ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അശ്വതി അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഐ ഹാവ് നോട്ട് ഈറ്റൻ ഓക്കെ സൗമ്യ കറക്റ്റ് ആണ്. ഈറ്റൻ എന്നല്ല, ഈറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക, ഈറ്റൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങളാണ്. ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങൾ നമ്മൾ പറയുമ്പോൾ വേണ്ടത് ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് ആദ്യം പറയുക. അപ്പൊ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് അത് വെർബിന്റെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ എന്തായിട്ട് മാറുന്നു? ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളായിട്ട് മാറുന്നു. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹാവ് യു ഗോൺ വേർ? നിങ്ങൾ അവിടെ പോയോ? ഹാവ് യു ഗോൺ ദയർ? നിങ്ങൾ അവിടെ പോയോ? ആണോ? ഹാവ് യു ടേക്കൻ ദാറ്റ്? നിങ്ങൾ അത് എടുത്തോ? ഹാവ് യു ടേക്കൻ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, കഴിഞ്ഞിട്ടുണ്ടോ? യെസ്. ഹാവ് യു സ്റ്റഡീഡ്? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഹാവ് ഷീ റിട്ടൺ ദ ലെറ്റർ? അവൾ കത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? യെസ്. ആ അർത്ഥത്തില് ഹാസോ ഹാവോ ആദ്യം വന്നു കഴിഞ്ഞാല് അത് എന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. ഓക്കെ 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 ഓക്കെ. യെസ്. തസ്നി. തസ്നി. യെസ് സർ. മെറിൻ തോമസ്. ഓക്കെ ഓക്കെ. സഫീറ കറക്റ്റ് ആണ്. മെറിൻ തോമസ്. യെസ്. മെറിൻ തോമസിനെ കിട്ടിയില്ല. അപ്പൊ നമുക്ക് സഫീർ നൽകും. സഫീറ. സഫീറ. യെസ്. സഫീറയില്ല. ഓക്കെ ഓക്കെ സഫീറ. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി ആരാണ്? ലേഖ. ലേഖ. ഒരു പേര് കൊടുക്കാന്ന് വെച്ചിട്ട് ഓക്കെ സഫീറ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ. യെസ്. സൂര്യ സുരേന്ദ്രൻ. സൂര്യ സുരേന്ദ്രൻ. ഗുഡ് മോർണിംഗ് സർ. അപ്പൊ സൂര്യ സുരേന്ദ്രനോട് തസ്നി ഒരു ഹാവ് വെച്ചിട്ട് ഓക്കെ ഞാൻ വരാം. ഓക്കെ ഹാവ് വെച്ച് തുടങ്ങുന്ന സൂര്യനോട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചേ. ഫോർ എക്സാമ്പിൾ പറയാം, ഹാവ് യു ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning? നിങ്ങൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റോ? ഒരു 5 ചോദ്യം. Let me start. സൂര്യക്ക് ആദ്യം I'm ready. Have you ever seen a ghost? Yes. No. Ever seen a ghost? എപ്പോഴെങ്കിലും ഒരു ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? അത് നോക്കുന്നുണ്ട്. അപ്പൊ സൂര്യ അതിന് മറുപടി എന്ന് പറയുന്നത് ഐ ഹാവ് നോട്ട് സീൻ. അങ്ങനെ പറയാം, ഐ ഹാവ് നോട്ട് സീൻ. ഓക്കെ. I have not seen. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചു. ഹാവ് വെച്ച് have you ever played tennis? Have you ever played tennis? Ever ഇല്ലെങ്കിൽ have you played tennis? Okay. Okay sir. Yes, I have played. Yes ആണെങ്കിൽ I have played എന്ന് പറയാം. No ആണെങ്കിൽ I have not. Yes. Yes, I have played.
Okay. Have you ever used an iPad? Have you ever used it? Sorry. ക്വസ്റ്റ്യൻ I didn't get it. ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. Have you ever used an iPad? iPad. Yes. Yes, I have used. Yes, I have used. Okay. രണ്ട് ചോദ്യം ചോദിച്ചോളൂ. മൂന്നായിട്ടുണ്ട്. രണ്ടെണ്ണോട് ചോദിച്ചോളൂ. ഓരോരുത്തരും ഹാവ് വെച്ച് തുടങ്ങാതെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചോ. Yes. Have you finished your homework yet? Yes, I have finished my work. Okay. Okay, good. One more. Have they got a new car? Hello? Have you got a car? അതാണ് ഉദ്ദേശിച്ചത്. Have you? Have they got a new car? Have you got a new car? No, I didn't bought a car. Yes, okay, Tasneem. Okay. ഇനി സൂര്യ, have you seen that movie before? Okay, സഫീറ correct ആണ്. ഇനി സൂര്യ തസ്നീനോട് ഒരു ഹാവ് വെച്ചിട്ടുള്ള ഒരു അഞ്ച് ചോദ്യം ചോദിക്കും. Have you take bath today? Have you taken bath എന്നുള്ളത് past participle. Have taken bath എന്നുള്ളത്. Have you taken bath today? No. Sorry, I don't understand. Have you taken bath today? Have you bath എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ taken bath ആക്കിയത് മാത്രമേ No. No. Have you read newspaper today? No, my time is evening time. I read newspaper. Okay. അത് ആഡ് ചെയ്തു. Have you? നേരത്തെ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ആദ്യം പറഞ്ഞപ്പോൾ I have not taken my bath എന്നുള്ളതിന്റെ ശേഷം I will take bath after the class. കണ്ടോ? ഇങ്ങനെ ആഡ് ചെയ്തു. Okay. സൂര്യ, third question. Okay. Have you took medicines today? Medicine? Okay. No, ഒരു minute. I didn't use medicines in any ill problems. No healthy problems. Okay. അപ്പോൾ സൂര്യ took past tense ആണ്, taken അല്ല. Take took have has കഴിഞ്ഞാൽ വെർബിന്റെ past participle വരാവും. took past tense ആണ്, past participle taken ആണ്. Okay. Okay. Taken. Have you taken medicine? Okay. I have no health issue, so I have Any medicine. physical. Okay. Surya, one more. Just second, I'm going to Have you? നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ചോദിക്കി? Sorry, I don't know. ചോദിക്കി, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? Have you seen me? Okay. No. No. Please. No. Okay. ഇനി ഒരു കയ്യുന്നവരോട് എന്നെ കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? അത് കയ്യെന്ന് ചോദിച്ചു. ഈ പറഞ്ഞ പോലെ അല്ല, വേറെ മോഡൽ വരും. എന്നാലും ചോദിച്ചു, ആ ചോദിച്ചു തന്നെ പറയാം. Have you the desire to see me? എന്നെ കാണാൻ ആഗ്രഹമുണ്ട്. Have you decided to see me? Yeah. Yes, of course. Of course. Okay. അത് കൊള്ളാം. Of course. തീർച്ചയായും. Very good. Okay. സൗമ്യ, okay. സൂര്യ, very good. Okay. ഇപ്പൊ ഹാവ് വെച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ഹാവ് വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി അടുത്തൊരാൾ ഹാവ് വെച്ച് ചോദിക്കാൻ ആരാണ് റെഡി ആയിട്ടുള്ളത്? ഒരു 5 ചോദ്യം ആരോടെങ്കിലും ഹാവ് വെച്ചിട്ട്. ഞാൻ റെഡി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാം? ഒരാളിനോട് ലേഖ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഒരാളെ കൂടി വേണം. യെസ്. ആർക്കെങ്കിലും ഹാവ് വെച്ചിട്ടുള്ള 5 ചോദ്യം? ത്യാഗരാജ, യെസ്. ആർക്കെങ്കിലും ഹാവ് വെച്ചിട്ട് 5 ചോദ്യം ചോദിക്കാനായിട്ട്? ദർശന സുരേഷ്,
യെസ്, ദസില സുരേഷ് ഇല്ല. രശ്മി ഇല്ലേ? രശ്മി ആഷിലി ഉണ്ടോ? സർ ഞാൻ ചോദിക്കാം. ഓക്കെ സൗമ്യ, വെരി ഗുഡ്. അപ്പൊ നേരത്തെ വന്ന ആളുകൾ ലേഖ പോയോ? ലേഖ യെസ്, സൗമ്യ വെയിറ്റ് ചെയ്യൂ. ഓക്കെ. അപ്പൊ സൗമ്യക്ക് പേരായിട്ട് കൊടുക്കാവുന്ന ലേഖയെ കാണാനില്ല. പകരം ആരെങ്കിലും? അനീഷ അനീഷിനെ കാണുന്നില്ല. സബിത എന്റെ മക്കളെ, നിങ്ങൾ ആരോഗ്യം ഉണ്ടായിരിക്കണ്ടേ? ആരെങ്കിലും വരും. യെസ്, ആരെങ്കിലും? ആരാണ്? ഓക്കെ സനില റെഡിയാണ്. ഓക്കെ സനില, ആർ യു റെഡി? Yes, sir. ഓക്കെ. അപ്പൊ സനിലയും ഉണ്ട്, സൗമ്യയും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ സൗമ്യ ആദ്യം സനിലയോട് ഹാവ് വെച്ച് വരുന്ന 5 ചോദ്യം ചോദിച്ചു. Okay. Have you walked morning today? Have you walked this morning? Have you walked? No, I have. No, I have not walked. I have not walked. Okay. അടുത്ത ചോദ്യം. Have you washed your clothes? Yes, Yes, I have washed my clothes. I have washed my clothes. Okay. Yes. Have you dreamt any horror dream? No, I have not. I have Okay. not dreamed. അല്ല, ഞാൻ ഡ്രംറ്റ് എന്നാ ചോദിച്ചത്. ഡ്രീം സ്വപ്നം കണ്ടോ എന്നാ ചോദിച്ചത്. പേടിയുള്ള സ്വപ്നം കണ്ടോന്നാ ചോദിച്ചത്. ഓക്കെ. Have you written any poem? No, I have not written any poems. Okay. Have you laughed by watching any comedy movie? Yes, I have laughed. Okay. ചോദിച്ചു. 5 ഞാൻ പറഞ്ഞെങ്കിൽ 5 കൂടുതലെങ്കിൽ ഇട്ടോളൂ, കുഴപ്പമില്ല. Okay. Have you run towards the bus or any vehicle? Yes, I have run. Yes. Run. Okay. Ran. Okay. Have you taken any vessels? Vessel, പാത്രങ്ങൾ. മനസ്സിലായില്ല. Have you taken any vessels? Vessel, പാത്രങ്ങൾ. പാത്രങ്ങൾ എടുത്തിട്ടുണ്ടോന്നാണ് സൗമ്യ ഉദ്ദേശിച്ചത്? അതെ, എന്തെങ്കിലും പാത്രം എടുത്തിട്ടുണ്ടോന്ന് ചോദിച്ചേ. I have not taken any vessel. Okay. അത്ര പോരെ സാറേ? 5 ആയില്ലേ? ഓക്കെ സനില. ഓക്കെ സൂര്യ. സൂര്യയോട് ചോദിച്ചോളൂ. ഒരു 5 ഹാവ് ചോദ്യം ചോദിച്ചോളൂ. Okay. Have you finished your cooking? Very good. Have you finished your cooking? ഭക്ഷണമൊക്കെ റെഡിയാക്കിയോളൂ. സൂര്യ. Hello, sir. മറുപടി പറ. Yes, I have finished my cooking. I have finished. Okay. I have finished. Have you got up early? Yes, I have got up early. Yes. Because my son wants to go early. Okay. Have you eaten your breakfast?
Yes, I had my breakfast. Okay. Have you seen the movie Ponman? No, I have not seen. Yes. Okay. Have you gone to Munnar? Yes, I have gone. Okay. Answer is no. Okay. Very good. Okay. Musina. മുസ്ലിം പോയി തോന്നുന്നു. യെസ് ഓക്കെ. ഇനി അടുത്ത ആർക്കാണ്? രണ്ടുപേർക്കും ഹാവ് വെച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം എന്ന് പറയാൻ ധൈര്യമുള്ളാരും. ഞാൻ ചോദിക്കാം സാർ. ഓക്കെ. ഞാൻ പേര് വിളിക്കാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു. ഓക്കെ. അപ്പൊ ഒരാൾ റിബീന ഉണ്ട്. ഈ റിബീനക്ക് ഒരു പെയർ കൊടുക്കണ്ടേ? ഹു ഈസ് റെഡി? Sir, I'm ready. Okay. ഫർസാന റെഡിയാണ്. ഓക്കെ. റിബീന ചോദിച്ചോളൂ. ഫർസാന ആൻസർ പറഞ്ഞു. Have you go to temple today? Have you go എന്നുള്ളത് gone. എപ്പോൾ ഹാസോ ഹാവോ കഴിഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാമോ അത് നിങ്ങൾ മനസ്സിലങ്ങൾ പതിപ്പിച്ചു വെച്ചു. ഹാസോ ഹാവോ കഴിഞ്ഞാല് വെറുതെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. No, I haven't go. I have not gone. Okay. അടുത്തത്. Have you watched in TV serial? No, I haven't watched TV series. I have not watched TV series. പിന്നെ വേണമെങ്കിൽ അതിന്റെ കൂടെ സെന്റൻസ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്ക് TV കാണുന്ന സ്വഭാവം. I have no the habit of seeing TV series. Okay. Have you prepared breakfast today? No, my mother-in-law prepared breakfast today. അപ്പൊ അത് ആഡ് ചെയ്യും. My mother-in-law prepared a breakfast. I ate the breakfast. Okay. Have you like pet? Yes, I like the Pets. Have you any job? No, I don't have any job. Yes. Okay. Thank you. Studying for job. Okay. ഇതിന്റെ കൂടെ സെന്റൻസ് ആഡ് ചെയ്യാൻ പിന്നെ ആഡ് ചെയ്ത് പറഞ്ഞു. ഓക്കെ. ചോദിച്ചോളൂ റബീന. ഇനി ചോദ്യങ്ങൾ ഒന്നിനോട് ചോദിച്ചോളൂ. ഫർസാന ഈസ് റെഡി ടു ആൻസർ. So, ഞാനാണ് ഇനി ചോദിക്കുന്നത്. ചോദ്യം കഴിഞ്ഞാ? റബീനയുടെ ചോദ്യം കഴിഞ്ഞാ? ഓക്കെ. 5 എന്നുള്ള നമ്പർ കറക്റ്റ് 5 ആക്കണമെന്നില്ല. കയ്യിലുണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞു. ഓക്കെ ഫർസാന, യു സ്റ്റാർട്ട്. Have you finished your breakfast? Yes, I'm finished the breakfast. Have you prepared the lunch? Yes, I prepared the lunch. Have you met your best friend in a year? Yes. Yes, I have. Yes. Have you completed your revision? Yes, I am completed. Have you gone to market for the monthly shopping? No. No, I have not gone. Okay. Okay. I have not go. Okay, not gone. Okay. പിന്നെ പറഞ്ഞോളൂ. That's all, sir. Okay, very good. Okay. Thank you. Okay, ഞാനിത് പറഞ്ഞത് ഹാവ് എന്ന് പറയുന്ന ഉപയോഗത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹാവ് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാഡ് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഹാവ് നോട്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് ഹാവ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത്. ഓക്കെ. ഇനി നമ്മളൊരു ഫ്രണ്ട്ലി ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഫ്രണ്ട്ലി ലെറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതൊരു ഡൗട്ട് വന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഫ്രണ്ട്ലി ലെറ്ററിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കൊരു ഫ്രണ്ട്ലി ലെറ്ററിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ഓക്കെ. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ആരെയാണ്?
ഫാരിസ്. ഫാരിസ് എന്ന് പറയുമ്പോ മുസീന. 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 മുസീന ഈസ് നോട്ട് റെസ്പോണ്ടിങ്. പിന്നെ ഇതിനകത്ത് ധൈര്യമുള്ള ആരാ ഉള്ളത്? സാറേ ഞാൻ റെഡി. മാക്സിമം എന്റെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങളൊന്ന് കൂടെ നിന്നാ മതി. തസ്നി, തൻവീർ. തൻവീർ. സർ ഞാൻ വന്നാണ്. ഓക്കെ. ഇപ്പൊ വന്നാണ് പറഞ്ഞത്. ഇല്ല, കുറച്ചെടുത്ത് ഫസ്റ്റ് വിളിച്ചില്ലായിരുന്നു സാർ. ഓക്കെ. അപ്പൊ തസ്നിയെ ഞാൻ വിളിക്കേ. അപ്പൊ തസ്നിയോട് ഞാൻ പറയുന്ന ചോദ്യം. പക്ഷെ ചോദ്യം തസ്നിയോട് മാത്രമല്ല, തസ്നിയുടെ കൂടെയുള്ള എല്ലാവരോടും കൂടിയാണ് ചോദ്യം. തസ്നി വിചാരിക്കുക, തസ്നിയുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് SSLC പരീക്ഷയില് ഫുൾ A+ കിട്ടി. ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഫുൾ A+ കിട്ടുമെന്ന്. നമ്മുടെ കഥയിലട്ട വിശ്വസിച്ചിരുന്നില്ല. ഓക്കെ. അതാണ് ഞാൻ ആ രീതിയിൽ ചോദിച്ചത്. ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ സൂര്യ. അപ്പൊ നമുക്ക് തസ്നിയുടെ ജീവചരിത്രം ഞങ്ങളൊന്ന് നോക്കിയാണ്. ഓരോരുത്തരുടെ ജീവചരിത്രം. അപ്പൊ നമുക്ക് വേണ്ടത് എവിടെ ജനിച്ചു, ആദ്യം ഏത് സ്കൂളിൽ പഠിച്ചു, രണ്ടാമത് ഏത് സ്കൂളിൽ പഠിച്ചു, മൂന്നാമത് ഏത് സ്കൂളിൽ പഠിച്ചു, നാലാമത് പഠിച്ചിട്ടില്ലാത്ത അത് പറയും. ഇപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറയും. I was born in North Parma. വർഷം പറയണമെങ്കിൽ പറയാം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. In the year എന്ന് പറഞ്ഞിട്ട് വർഷം പറയും. അതിന് പറയും ഫസ്റ്റ് I studied St. Sebastian LP School, നോർത്ത് പറവൂരുള്ള സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ പഠിച്ചു. നെക്സ്റ്റ് I studied ഗവൺമെന്റ് UPS വടക്കുംപുറം. ഞാൻ പഠിച്ചത് എവിടെയാണ്? ഗവൺമെന്റ് UPS. After that I studied at Government High School, Chelmagam. After that I studied St. Paul's College, Kalamashidi. I studied SNM College, Majengara. അങ്ങനെ നമുക്ക് പറഞ്ഞു പോവാം. നിങ്ങൾ പഠിച്ച സ്ഥലം മാത്രം പറഞ്ഞാൽ ആ പേര്. അപ്പോ തസ്നിയെ കുറിച്ച് ഞങ്ങളൊരു ജീവചരിത്രം ഉണ്ടാക്കിയാണ്. തസ്നിയുടെ ലൈഫ് തസ്നി പറയുന്നു, ഞങ്ങളത് കേൾക്കുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ പഠിച്ച സ്ഥലമല്ലേ, എവിടെ ജനിച്ചു, ഫസ്റ്റ് എവിടെ പഠിച്ചു, പിന്നെ എവിടെ പഠിച്ചു. ഓക്കെ. ഒന്നുണ്ട് തസ്നി ഓരോരുത്തരും നോക്കി വെച്ചോട്ടാ. ഓക്കെ. My name is Tasni. അല്ല, ഞാൻ ജനിച്ചത് എവിടെയായിരുന്നു? I was born in Irinjalakuda. I was born in Irinjalakuda. Okay. Marina Hospital. ഇനി ആദ്യം പഠിച്ച സ്ഥലമാണ് 1998. ഓക്കെ. രണ്ട് കാര്യങ്ങൾ ചോദിക്കാമെന്നാണ് തന്നെ പറയുന്നത്. സ്ത്രീകളോട് വയസ്സ് ചോദിക്കരുത്, പുരുഷന്മാരോട് വരുമാനം ചോദിക്കരുത്. രണ്ടുപേരും നുണ പറയുള്ളൂ. പറയേണ്ടത് കുഴപ്പമൊന്നുമില്ല. പുരുഷന്മാരൊരിക്കലും വരുമാനം കറക്റ്റ് പറയില്ല. അത് അഡ്ജസ്റ്റ് ചെയ്താൽ പറയുള്ളൂ. സ്ത്രീകൾ വയസ്സും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പറയുള്ളൂ. ഓക്കെ ദസ്നി, ചുമ്മാ പറഞ്ഞാൽ നിങ്ങളൊക്കെ നല്ല കുട്ടികൾ. യെസ്. ഓക്കെ. My studies start in St. Joseph High Secondary School, Madilagam. Okay. And then 12 high secondary full complete Madilagam. Then I go degree Asmabi College. MES Asmabi College degree that. And PG complete. PG not complete. 1 year go. In MA Economics. Yes. Then
2019, my marriage. ഓക്കെ, അത് കൂടി വേണം. എവിടെ പഠിച്ചു, എവിടെ പഠിച്ചു, എവിടെ പഠിച്ചു, Okay, എന്ത് okay. വിഭാഗം പഠിച്ചു, ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഐ ആം സ്റ്റഡിയിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ഓക്കെ Now I am studying hospital administration course. ഓക്കെ ഓക്കെ. തസ്നി, ഇനി ഇപ്പൊ പറഞ്ഞു തസ്നിക്ക് ആദ്യം ചോദിച്ചതുകൊണ്ട് ഒരു തപ്പല് വന്നു. Yes. അപ്പൊ അതുകൊണ്ട് ആദ്യം തുടങ്ങി ഒന്നുകൂടി പറഞ്ഞു സ്റ്റൈലായിട്ട്. ഇനി തപ്പാതെ കറക്റ്റ് ആയിട്ട് പറയും. തസ്നിക്ക് ആദ്യമായതുകൊണ്ടാണ് വന്നത്. ഓക്കെ, പറഞ്ഞോളൂ. പേരൊക്കെ പറയണോ? ഫസ്റ്റ് സ്റ്റഡി മാത്രം പറഞ്ഞാൽ മതിയോ? ആ, പറഞ്ഞു പറഞ്ഞു. പേരിപ്പോ എല്ലാവരും പറയാം. ഈ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു ഫ്ലോ കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞു. My name is Tasni. I was born in Iringalakkuda. My education started at St. Joseph High Secondary School in Madinagam. After that, I went to Asmabi College, Areekode. അല്ലേ, അരീക്കോട് അല്ലേ? Asmabi College, P. Vembellur, Kodungallur. Kodungallur. I completed my degree there. I also completed my PG from there, but I did not write the examination because of my marriage. In the year, I got married. Present, I have 2 children. I have 1 child. Presently, now we are studying hospital administration course. Okay. Yes. Biodata. Okay. മതിയില്ലേ സാർ? ഓക്കെ ഓക്കെ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് വെച്ചു. റെഡി ഓക്കെ ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒരു 2 minutes എന്നാ ഞാൻ പറയാം. രാഗി രാമചന്ദ്രൻ, രാഗി. ഓക്കെ രാഗി, ഐ എക്സ്പെക്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രാഗിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എപ്പോഴും ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്ന ആളാണ് രാഗി. അപ്പൊ അത് ഈ പ്രാവശ്യം കൊണ്ടുവരിക. ഓക്കെ രാഗി, പറഞ്ഞോളൂ. രാഗി, ഇത് റേഞ്ച് കൊടുത്തോണ്ട് നോക്ക്, കട്ടയൊക്കെ ടൈപ്പ് ഉണ്ട്. കേൾക്കുന്നുണ്ടോ സാർ? ഓക്കെ 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 ഓക്കെ. First, I studied GLPS Puthanpediga. Yes. Next, I studied St. Anthony's High School, Puthanpediga. Yes. After that, I studied GVHSS Valapad. Yes. Then I joined BCom. Yes. Victoria Women's College, Kanyani. Yes. Then I joined MCom course, but not completed. Yes. Then I got married. Yes. Sir. ഓക്കെ ഓക്കെ, കുട്ടികളുണ്ടെങ്കിൽ പറയാം. അതല്ലാതുണ്ടെങ്കിൽ now I am studying for hospital administration management course ആരംഭിക്കാം. ഓക്കെ. I have 1 girl. Yes. 1 daughter. Presently, ഇപ്പോൾ I am studying for. I am studying hospital administration course. Okay okay, very good very good very good. Okay 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 okay, ഒന്നുകൂടി ഇത് ഫ്ലോ ആക്കാമായിരുന്നു കേട്ടോ. ഓൾറെഡി നമുക്കറിയാവുന്ന സ്ഥലങ്ങളല്ലേ. ഓക്കെ ഓക്കെ, ഒന്ന് റെഡി ആയിരിക്കും, റെഡി ആയി, കുഴപ്പമില്ല കുഴപ്പമില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി അടുത്താണ് സിനി. സിനി 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 ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ സിനി. ഞാൻ സ്റ്റൈലായിട്ട് പറഞ്ഞു. My name is Sini Ebi. Yes. I was born in Varani, near Yes. Vadakancheri, Uttupara. Okay, okay. Vadakancheri, Varani. Okay, on the way to Shoppur. Okay. Yes, sir. Then my education period started at Government Tribal School, Kakinikad. Yes. And then I went to my standard. We went to GHSS Yes. Machad. Yes. Today is the big festival is going on this place, Machad Mamangam.
Machadu. Oh, yes. Yeah, I am Have, going to ask you. have you heard about that? Yes. Okay. Anybody ഇനതാരെങ്കിലും മച്ചാട് മാമാങ്കത്തെ കുറിച്ച് കേട്ടവരാരെങ്കിലും ഉണ്ട്? ഒരു കാളകളായിട്ട് ഉണ്ടാക്കും ഇല്ലേ? No, horse festival. Horse. Artificial horse. രണ്ട് മുളക് പൊടി സാധനം വെച്ചിട്ട് അതിന്റെ Yes, sir. മനോഹരമായിട്ടുള്ള ഹോഴ്സ് ഉണ്ടാക്കും. Then after my SSLC, I went to GHSS Cheruduruthi for my higher secondary education. Yes. Then after 2 years, I went to Vimala College at Thrissur for my BSc study. Okay. After that, I completed my graduation, and also I got married at this year. And my husband house is at Vellikolangara near Chalakudi. Yes. I have 2 children. Yes. Elder one is study on 8th standard, and younger is on 6th standard. Okay. Now I am studying hospital administration at Smart City. Oh, yes. Okay, സിനി വളരെ രസകരമായിട്ട് പറഞ്ഞു. കാരണം ഇതേ ഓരോരുത്തരും അവരവരെ കുറിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളെ ഒന്ന് അറിയാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. ഇന്നതാണ് ചെയ്യണത് എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പൊ ഇന്ന സ്ഥലത്തൊരാളുണ്ടല്ലേ, നിങ്ങൾക്ക് നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇന്നൊരാളുണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തോട് വിളിച്ചു ചോദിക്കാം എന്തെങ്കിലും പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് സിനി പറയണ്ട, വേറെ ആരെങ്കിലും പറഞ്ഞു. ഇതിന്റെ അകത്ത് സിനി പറഞ്ഞ കൂട്ടത്തിൽ ചെറുതുരുത്തിയെ കുറിച്ച് പറഞ്ഞു. ചെറുതുരുത്തിക്ക് വേറെ പ്രത്യേകത കേരള കലാമണ്ഡലം. സിനി പറയണ്ടെന്ന് പറഞ്ഞപ്പോ സിനി കയറി തന്നെ പറഞ്ഞു. സിനിക്ക് അറിയാൻ പറ്റും, അതിന്റെ പിന്നെ സിനിയോട് പറയണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ കേരള കലാമണ്ഡലം we are going on front of that. It's the next. Okay. ഞാൻ നേരത്തെ ചെറുതുരുത്തി പഠിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാൻ പോയതാണ്, why don't you go to കലാമണ്ഡലം? അപ്പൊ നമുക്കിപ്പോ പേര് എഴുതുമ്പോൾ എഴുതാമായിരുന്നു സിറ്റി കലാമണ്ഡലം ചേർക്കാമായിരുന്നു. ഓക്കെ. And Bharatapuzha is also nearest place of Cheruduruthi school. Okay. ഞാൻ ഇതിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ പേര് ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരാള് ലേഖന പിന്നെ വിളിക്കുമ്പോ ലേഖ. My birthplace have a specialization. There have a dam, Valani Dam. Yes. Near Agamala. Am I right? Agamala is on the route of Chelakara. ഇത് ഓട്ടുപാറയിന്ന് വീണ്ടും പോണം. വാഴാനി ഡാം. അകമല ശാസ്താവിന്റെ അമ്പലമില്ലേ? Yes. That is the other route. Valani Dam is another route. Okay. Correct. Okay, സിനി ഇനി ലേഖ. Yes, sir. ലേഖ ഇത് പറഞ്ഞ Yes, sir. ഓക്കെ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ലേഖനെ വിളിച്ചു, അപ്പൊ ലേഖനെ കാണാൻ. എനിക്ക് ഞാൻ പുറത്ത്. ഓക്കെ. പറഞ്ഞോളൂ ലേഖ. My name is Lekha. I am studying in Nekad VHSS school. Yes. Sir. My birthplace is Nekad near Varkala. Yes. Srinarayana Guru Samadhi near Varkala. Yes. Okay. പിന്നെ ഫേമസ് ബീച്ച് പാപനാശം. Yes. Near my house. Yes.
Okay. Sir, I am studying in a Nekad Government HSS school. Yes. Then I start the pre-degree in Varkala SNO college. College. Varkala Okay. SN College. Yes. Then I study in IT in Attingen. Yes. Stenography. Stenography. Okay. Okay. Then my marriage in 2002. Yes. Then now I studying in a hospital administration course. Okay. 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 Okay, Lega. രസകരമായിരുന്നു. ഓക്കെ 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 ഓക്കെ. കൊല്ലത്തിലാണ് മനസ്സിലായില്ലേ? ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പോ തസ്ലി പറഞ്ഞില്ലല്ലോ? പറയണോ? തസ്ലി പറഞ്ഞോളൂ. തസ്ലിയിലെന്ത് തുടങ്ങിയത്? ഫസ്റ്റ് ഞാനായിരുന്നു. മൂന്നാമത് ഞാൻ തന്നെ. റെഡിയായ സമീപനോ? ഓക്കെ. സമീപനം. അപ്പൊ നമുക്ക് റിബീനിലോട്ട് മടങ്ങിയല്ലോ. റിബീന പറഞ്ഞോളൂ. പറഞ്ഞോളൂ. റിബീന. My name is Ribina Anieri. Yes. I was born in Mattanur. Yes, Mattanur. Yes. My first education Nadunad LP School. Yes. Then studying Shivaram High Secondary School. Yes. And studying pharmacy diploma course in Iriti Kerala College. Yes. Then training in Nadapuram Nursing Home Hospital. Yes. And my marriage in Yes. after in marriage. Okay, continue. My marriage was in the year. No വർഷം പറയാൻ വേണ്ടി. Okay. 2010. Yes. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? പറയാം. I am residing at സ്ഥലത്തിന്റെ പേരാണ്. ഇപ്പോഴുള്ള സ്ഥലം. എന്താ സാർ? ഇപ്പൊ താമസിക്കുന്ന സ്ഥലം. ഇപ്പൊ മട്ടന്നൂർ തന്നെ. ഓക്കെ ഓക്കെ. Now I'm studying hospital administration course in March. Okay. Very good. Okay. Ribina, very good. Shall we? Sir, ഒരു ഡൗട്ട്. പറഞ്ഞു. നമ്മളിപ്പോ പറയുമ്പോ സ്റ്റഡിയിങ് ഇൻ സ്മാർട്ട് ശ്രീ എന്നാണോ ശരിക്കും ശരിയായ യൂസ്, അതോ അറ്റ് എന്നാണോ? അറ്റാണ്. സ്റ്റഡിയിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു പ്ലീസ് സെൻഡ് എക്സാം ടൈം ടേബിൾ ത്രൂ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറയും. ത്രൂ ആണോ കറക്റ്റ്, ഇന്നാണോ? അതെ, ഈ ത്രൂ എന്ന് പറയുന്ന വാക്കിന് ത്രൂ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ലൂടെ എന്നാണ്. യെലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലൂടെ എന്നാണ്. യെലോ ഉപയോഗിക്കുന്നതിനുള്ള സിറ്റുവേഷൻ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് ഒരാള് നടക്കുകയാണെങ്കിൽ ദ മാൻ ഈസ് വാക്കിംഗ് ത്രൂ ദ റോഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദ മാൻ ഈസ് വാക്കിംഗ് എലോങ് ദ റോഡ്. അപ്പൊ എലോങ് റോഡ് റോഡിന്റെ മുകളിലൂടെയാണ് പോണത്. മറ്റേതിപ്പോ വേറൊരു കാര്യം നമുക്ക് പറയാം. വി ഗെറ്റ് വെർച്യു ത്രൂ പ്രയർ. പ്രാർത്ഥനയിലൂടെ നമുക്ക് പുണ്യം കിട്ടുന്നു. അവിടെ ഉപയോഗിക്കേണ്ട ലൂടെ എന്ന് പറയുന്നത് ത്രൂ ആണ്. അല്ലാണ്ട് വി ഗെറ്റ് വെർച്യു എലോങ് ദ പ്രയർ അല്ല, വി ഗെറ്റ് വെർച്യു ത്രൂ ദ പ്രയർ. അപ്പൊ എന്തെങ്കിലും സംഭവത്തിന്റെ ഉള്ളിലൂടെ എന്നുള്ള സംഗതിയിൽ വരുമ്പോഴാണ് ത്രൂ എന്ന് ഉപയോഗിക്കുന്നത്. മുകളിലൂടെ എന്നുള്ളത് വരുമ്പോഴാണ് എലോങ് ഉപയോഗിക്കുന്നത്. അപ്പൊ ത്രൂ വാട്സപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ബൈ വാട്സപ്പ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. യെസ്. ഇനി അടുത്തവരാണ് പാരീസ് മോളു. ഞാൻ 2 പ്രാവശ്യം വിളിക്കുന്നത്. മുസീന യെസ്. നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയാൻ, നിങ്ങൾ എവിടെ ജനിച്ചു എന്ന് പറയാൻ, എവിടെ പഠിച്ചു എന്ന് പറയാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ കളയാതിരിക്കുക. ജിനി
ഹലോ ഹലോ സാർ. പറഞ്ഞോളൂ. ഞാൻ 2 പ്രാവശ്യമായിട്ട് വിളിക്കുന്നത് പാരീസ്. അതെ, എനിക്ക് പനിയായിരുന്നു, അപ്പൊ അങ്ങനെ കടക്കായിരുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഞാന് ഓക്കെ പറയട്ടെ, തെറ്റുമായിരിക്കും. തെറ്റിനെ നമ്മൾ മൈൻഡേ ചെയ്യണ്ട. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇവിടെ ആരെങ്കിലും നിങ്ങൾ പറയുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കളിയാക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാറുണ്ട്? ഇല്ല. ചിന്തിക്കാൻ വേണ്ട, അത് ആ ഒരു സംഗതികൾ വിട്ടേക്കുക. അതായത് ഒരുപാട് നമ്മൾ ഏത് പ്രശസ്തിനെ വേണമെങ്കിലും നമ്മൾ എടുത്തു. ഞാനൊരു എക്സാമ്പിൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 14 വയസ്സുകാരൻ ഒരു അന്നത്തെ ഒരു പോളിടെക്നിക്കിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ വരികയും എൻട്രൻസ് എക്സാമിനേഷൻ വന്നു കഴിഞ്ഞപ്പോ ആ പയ്യനെ അതിനകത്ത് എഴുതി തോറ്റുപോയി. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ട് അഡ്മിഷൻ കിട്ടാൻ പുള്ളി മടങ്ങിപ്പോയി. അന്ന് അവിടെ പരീക്ഷയിൽ വിജയിക്കുകയും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയും അഡ്മിഷൻ കിട്ടുകയും ചെയ്ത ധാരാളം വിദ്യാർത്ഥികൾ വേറെയുണ്ട്. പക്ഷെ അവരെ ആരെയും പിന്നീട് ലോകം അറിഞ്ഞില്ല. ലോകം അറിഞ്ഞത് ആ തോറ്റുപോയ പയ്യനെയാണ്. അവനെ പിന്നീട് നമ്മൾ വിളിച്ച പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോ ജയിച്ച കുട്ടികളല്ല, തോറ്റ കുട്ടികളാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്, ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചെറിയൊരു കുട്ടി അവരെന്ത് ചെയ്യുന്നു, അവർ ക്ലാസ്സിൽ പോകുന്നു. അവർ ക്ലാസ്സിൽ പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് പറയുന്നു, അവരുടെ കാലുകൾക്ക് നീളം കുറവാണ്. അപ്പൊ കൂടെ ഉള്ളവരൊക്കെ അവനെ കുഞ്ഞിക്കാല എന്ന് വിളിച്ച് കളിയാക്കിയാണ്. ഇവര് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നിട്ട് തന്റെ ഗ്രാൻഡ് മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് പറയുന്നു, ഞാൻ ഇനി സ്കൂളിലേക്ക് പോകുന്നില്ല, എന്റെ കാലുകൾക്ക് നീളം കുറവായതുകൊണ്ട് മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഗ്രാൻഡ് മയാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. ഓക്കെ സിനി, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആ പയ്യനെ വിളിച്ച പേരാണ് ലയണൽ മെസ്സി. ഒരു അച്ഛൻ തന്റെ മകനുമായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കാണും. ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പോ ആ ഭിക്ഷക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ മകനോട് പറഞ്ഞു, മോനെ, നീ മര്യാദക്ക് പഠിക്കണം. മര്യാദക്ക് പഠിച്ചില്ലായെങ്കിൽ നിന്റെ ഗതി ഇതാ ഗതിയാണ്. മനസ്സിലായില്ലേ? അതാണ് നിന്റെ ഗതി. നീ ഇതുപോലെ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. രണ്ടാമത് അടുത്തൊരു അച്ഛൻ, അദ്ദേഹവും തന്റെ മകനുമായിട്ട് ഇങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ അദ്ദേഹവും കാണുന്നു ഒരു ഭിക്ഷക്കാരനെ. അപ്പൊ രണ്ടാമത്തെ അച്ഛൻ മകനോട് പറഞ്ഞു, മകനെ, നീ വളർന്നു വലുതായി നല്ല നിലയിലേക്ക് എത്തിക്കഴിയുമ്പോ ഇതുപോലെയുള്ള ഭിക്ഷക്കാരെ കാണുമ്പോൾ നീ അവരെ സഹായിക്കണം. രണ്ട് കണ്ടത് ഒറ്റ കാഴ്ചകളാണ്. കാഴ്ചകളല്ല, കാഴ്ചപ്പാടുകളാണ് വ്യത്യസ്തമാക്കുന്നത്. തെറ്റുപറ്റും. നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോവുക. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ പേടിച്ചിരുന്നതിന്റെ പേരില് പല സ്ഥലത്തും നമ്മളിങ്ങനെ തടയപ്പെട്ടിട്ടില്ലേ? നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നത് കൊണ്ട് വേറെ പല ആളുകളും അവിടെ കയറി പോയി അങ്ങനെയൊക്കെ കടന്നു പോയിട്ടില്ലേ? അപ്പോ നമ്മുടെ കഴിവുണ്ടായിട്ട് നമുക്കത് പ്രകടിപ്പിക്കാനായിട്ടൊരു അവസരം കിട്ടാണ്ട് പോയിട്ടില്ലേ? പിന്നീട് ഓർത്തത് വിലപിച്ചിട്ടില്ലേ? പിന്നീട് അന്നത് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഓർത്ത് പല കാര്യങ്ങളും ചിന്തിച്ചിട്ടില്ലേ? അപ്പൊ ഇത്രയും അനുഭവങ്ങൾ നമുക്കുള്ള സ്ഥിതിക്ക് ഇത് നമ്മൾ തെറ്റും എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇവിടെ ആരും നിങ്ങളൊന്നും പറയില്ല. നമ്മൾ അങ്ങനെ ഒരു 28 പേരുള്ളൂ. ഈ 28 പേരല്ലാണ്ട് 29ാമത് ഒരാൾ അറിയാൻ പോകുന്നില്ല. യെസ്. അപ്പൊ സ്വന്തം മനസ്സിലായി ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞത് ബോധ്യപ്പെടുത്തുക. മുസീന, തെറ്റും തെറ്റിയാലും ശരി ഞാൻ പറയും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. അല്ല സിനി? അതല്ല നമുക്ക് വേണ്ടത്. യെസ്. ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ മുസീന. My name is Musina. I was born at Perindalmanna, Malappuram. Yes. I was studying the LKG at the Universal English Medium, Kodiyangunnu. Yes. I am studied in higher secondary school GOHSS at Nattukara, Kottappalla. Yes. And degree studied in Kalladi College, Mannarkad. Yes. 2018 I got married. Yes. ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു. മുസ്ലിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു. I have one child. Yes.
You had to study in the LKG. Yes. Graduation got a first class. Yes. Very good. Very good. Okay. 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 Yes. I am studying the BA history. Yes. No, the studying at hospital administration, Smart Street. Okay. 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 Very good. Okay. Okay. Musina, very good. Very. ഇതാണോ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇതാണോ തെറ്റുമെന്ന് പറഞ്ഞത്? No problem. അറിയില്ലല്ലോ നമ്മള്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം. മുസ്ലിം പറയുമ്പോഴേ പിന്നെ നമുക്ക് പറയാൻ തോന്നുന്നു. ഇപ്പൊ പക്ഷേ മനസ്സിലാക്കുന്നത് അടുത്ത പ്രാവശ്യം ഒന്നും കൂടി പറയണം, നന്നായിട്ട് പറയണം. കണ്ടോ ഇങ്ങനെ തോന്നുന്നു. അത് അങ്ങനെ തോന്നുന്നത് നാളെ ഇതിന് ഈ മുസ്ലിം ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് എടുത്ത് കേൾക്കും, ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. ഓക്കെ, അത് അങ്ങനെ ചെയ്ത് റെഡി ആവുള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് ടെൻഷൻ വേണ്ട, വിഷമിക്കാൻ വേണ്ട. സനില VS. സനിലയെ കുറിച്ച് തസ്നി, ഇത് സനില കഴിഞ്ഞാൽ തസ്നിയോട് വരും. ഓക്കെ, ഗെറ്റ് റെഡി. My name is Sanil. Okay, sir. My name is Sanila. I was born in Kadinangulam. It is in Thiruvananthapuram district. Okay. I have completed my high school education in OLMHS Pudukurchi. Yes. Then I went to St. John's HSS Nalanjira for higher secondary education. Yes. After that, I studied in SN College, Chembalanthi for my graduation. Yes. Then I completed my post-graduation degree from Loyola College. Yes. After that, my marriage has done. Yes. Now I am studying hospital administration course at Smart Street. Okay. Sanila, very good English. നന്നായിട്ട് പറഞ്ഞു. Very good. ഗ്രാമറൊക്കെ അധികം തെറ്റില്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞു. Okay, very good. Yes. Okay. Tasni, പറഞ്ഞോളൂ തസ്നി. Okay, sir. My name is Tasni. I was born in Irinalakuda, Marina Hospital. Yes. And my study life started at the age of 5. എവിടെയാണ് ജനിച്ചത് മാത്രം ഇത് ഹോസ്പിറ്റൽ വരെ മതിയല്ലോ, മറീന ഹോസ്പിറ്റൽ. ഓക്കെ, വെരി ഗുഡ്. My study life started at the age of 5 at St. Joseph High Secondary School, Madilagam. Yes. And then I passed 10th, 5A plus. Yes. 4B, 4A. Yeah. Then B plus. Yes. And complete my high secondary school, same school. Yes. High secondary education, same school. And Yes. me achieved first class in commerce. Very good. Congratulations for the first class. Okay. Then my parents decided to appoint my degree life Yes. in MES Asmabi College, P. Vembellur. Yes. I take the course MBA Economics. Yes. Then I complete the degree first class. Yes. I got first class. Very good. Again first class. Okay. Then I joined same college to take MA Economics. Yes. Some reasons I didn't complete my PG course. Yes. Now presently, one cute doctor Yes. I have. Yes. Her name is Azwa Zamel. Yes. Then presently I joined the hospital administration course. Now I am happy to enjoy my course. Very good. തസ്നി. Okay. അല്ല, അപ്പൊ തസ്നി ആരായിരുന്നുവെന്നും എന്താണെന്നും ഏത് ലെവലിലുള്ള ആളാണെന്നും നിങ്ങൾക്ക് പിടികിട്ടില്ലേ? എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം വന്നിരിക്കുന്ന ആളുകൾ തന്നെയാണ്. നമുക്ക് പേരിന്റെ അപ്പുറത്തേക്ക് വേറെ തസ്നിയെ കുറിച്ച് അറിയാമായിരുന്നു. അപ്പൊ മനസ്സിലായി. +2 ഫസ്റ്റ് ക്ലാസ് ആണ്, ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ തസ്നി, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒരാൾക്ക് കൂടി അവസരം തരാം. ആരാണ് അടുത്ത്? സ്മിത, പറഞ്ഞോളൂ സ്മിത. കൂടെ കട്ടായി പോകുന്നുണ്ട്.
നോ പ്രോബ്ലം. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എങ്ങോട്ടെങ്കിലും റേഞ്ച് മാറി നിന്നോളൂ. ഓക്കെ, കുഴപ്പമില്ല. My name is കേൾക്കട്ടെ. ഓക്കെ. that years. Yeah. I was born in Kollam district, Yes. village. Yes. I first study in government UPS Mukkud, Yes. first to 7th class. Okay. Next 7th to 10th class, in was study in MGD GHS Kundara. Yes. Kundra is a famous place in history. Kundra Proclamation in 1809. Yes. I study in Srinarayana College at Kollam. Kollam is famous place. Yes. Famous tourist places. Okay. Continue. There is a famous clock tower at Kollam Chinnakada. And then study next study in JDC. Oh yes. Kottarakara. Oh yes. And next 2077 my married I have 2 daughters. Yes. Daughter and I was 2 children. Yes. 1 daughter, another son. Yes. Daughter study in +1. Yes. And son 4th class. Okay. My husband is a government employee. Yes. Which department? In block panchayat. Okay. Travel sir. The tension varilla. No problem, Smita. Okay, you will get one more chance. അപ്പോൾ ഇന്നിപ്പോ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതൊന്ന് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞവർക്കും ഒരു ചാൻസ് കൂടി ഉണ്ട്. വെൽ പ്രിപ്പയർഡ്. ഞാൻ ആരാണ്? മൈ നെയിം ഈസ് ജസ്ന. ഐ വാസ് ബോൺ. എവിടെ ജനിച്ചു? അത് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഐ സ്റ്റഡീഡ് മൈ LP school. Then for UP, high school, then higher secondary, college. ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുള്ള റിമാർക്കബിൾ പ്രോഗ്രസ്, മാരേജ്, കുട്ടികൾ, ഇപ്പൊ എന്ത് ചെയ്യും? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഹിസ്റ്ററി, ഒരു ജീവചരിത്രം പറയാൻ പറ്റും. 2-3 കാര്യങ്ങളോട് ചെയ്യുമ്പോൾ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു അറിവും കൂടിയാണ് കൊടുക്കുന്നത്. അതൊക്കെ പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ്സുകൾ വന്നിട്ടുണ്ടെങ്കിൽ പഠനത്തിലോ പാഠ്യേതര വിഷയങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ അതിനോട് സമാന ചിന്താഗതിയുള്ള ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടാവും. ഞാൻ കഥ എഴുതുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ പുസ്തകങ്ങൾ ഇന്ന ആളുടെ ഇഷ്ടപ്പെടുമായിരുന്നു. അത് അങ്ങനെയൊക്കെ നമുക്ക് പറയാമല്ലോ എഴുത്തുകാരന്. അപ്പൊ സമാന ചിന്താഗതി ഉള്ളവർക്ക് തമ്മിൽ ആശയങ്ങൾ കൈമാറാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതാണ് തുടരുക. അടുത്ത ടെൻസിലോട്ടാണ് നമ്മളത് ദ ബയോഗ്രഫി ഓഫ് ഈച്ച് പേഴ്സൺ. ഓരോരുത്തരുടെയും നമ്മൾ ബയോഗ്രഫിയുടെ അടുത്ത പ്രാവശ്യം നോക്കുന്നത്. എന്ത് പറയുന്നു? ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ അന്ന് ഓരോരുത്തരെ വിളിച്ച് കഷ്ടപ്പെടേണ്ടി വരൂ. ഓക്കെ. ജസ്ന ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ശ്രുതി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ബിബീന ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സ്മിത പറഞ്ഞിട്ടുണ്ട്, ഓക്കെ, സിനി പറഞ്ഞിട്ടുണ്ട്, സനീല പറഞ്ഞിട്ടുണ്ട്, സൗമ്യ, നിജ, സൂര്യ, ഓക്കെ, ഫർസാന പറഞ്ഞിട്ടുണ്ട്, തസ്ലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇത് ഇവിടുന്ന് അങ്ങനെ കഴിയുമ്പോൾ മറന്നു പോയിട്ടാ.
രേഖ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളെ കുറിച്ച് ചെറിയൊരു വിവരം, ഒരു ഓട്ടോബയോഗ്രഫി തയ്യാറാക്കിയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് അറിയാനും ഓർക്കാനും വേണ്ടിയിട്ട്. ഓക്കെ. ത്യാഗരാജന് പിന്നെ കണ്ടില്ല, ത്യാഗരാജൻ ഗ്യാപ്പിലാണ് വന്നത്. ഓക്കെ. അപ്പൊ ത്യാഗരാജനോട് പറയുകയാണ്, ത്യാഗരാജനെ കുറിച്ചുള്ള ഓട്ടോബയോഗ്രഫി അടുത്ത പ്രാവശ്യം വരുമ്പോൾ തയ്യാറാക്കുക. ഓക്കെ ഷബാന, സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ഒരു ഡൗട്ടും കൂടി ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മളിപ്പോ ചിൽഡ്രൻസിനെ കുറിച്ച് പറയുമ്പോഴേ ഐ ഹാവ് 2 children, ഞാൻ പറയുന്ന സെൻസ് കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ സാറേ. ഐ ഹാവ് 2 children. എൽഡർ എന്ന് തന്നെയല്ലേ